നമ്മൾ നന്നാകണം. ഞാൻ പറഞ്ഞു വന്നത് പടച്ചവനെ പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ചെറുപ്പക്കാരാ തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമടാ, ഇന്നാ ബിയർ കുടിക്ക്, ഫ്രീ ആണടാ, പൈസ തരണ്ടടാ, കുടിക്കടാ എന്ന് പറഞ്ഞു കൂടെ പഠിക്കുന്നവര് നിന്റെ കൂടെ കൊണ്ടുവരും തരും. ചെറുപ്പക്കാരാ, അള്ളാഹുവേ ഇത് ഹറാമാണ്, കുടിക്കാൻ പാടില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് വേണ്ടത്. പെങ്ങളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഓടി വന്ന് കയ്യിൽ പിടിക്കുകയാ, ഒരാൺകുട്ടി വന്ന് പിടിക്കുകയാ, പറയണം എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണ്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല. ആര് പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അത് പറയുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ഖുർആൻ പറയുകയാ, രണ്ട് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മൾ നന്നായാ നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ ഭാര്യ നന്നാകുമടോ, നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ വീട് നന്നാകുമടോ. പെങ്ങളെ നിങ്ങളോട് വാശിയും വൈരാഗ്യമൊന്നുമില്ല പെങ്ങള്. പ്രസംഗിക്കുന്ന ഉസ്താദന്മാര് നിങ്ങളെ കുറ്റം പറയുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. പെണ്ണെ നീ നന്നായാ, നീ നന്നായാ നിന്റെ മക്കള് നന്നാകും. പെണ്ണേ നീ നന്നായാ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാവും, കുടുംബം നന്നാകും, നാട് നന്നാകും. പടച്ചവരെ ലോകം വരെ നന്നാകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവനെ നമ്മുടെ വാപ്പ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്. വീടി വലിക്കാൻ പേടിയായിരുന്നടോ. പടച്ചവനെ എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോ എന്തിനാ മുണ്ടും മടക്കി കുത്തി പ്രായമുള്ളവരുടെ മുമ്പിലൂടെ നടക്കാ പേടിയായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവര് പോകട്ടെ, മാതാപിതാക്കൾ പോകട്ടെ, ഉസ്താദന്മാര് പോകട്ടെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ പോലും നമ്മൾ മറന്നു നടക്കുകയാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു, വാപ്പമാരോട് പറയുന്നു, പിഞ്ചുമക്കളോട് അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. ഒരു വാപ്പയുടെ കടമയാ മക്കളോട് വാപ്പയ്ക്കുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാപ്പയുടെ കടമയാണ്, ഇത് ഉമ്മയുടെ കടമയാണ്. അതുകൊണ്ട് മുസ്ലിമേ, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ പോലും ഉപദേശിക്കാൻ അർഹതയുള്ള മക്കളായി അന്നത്തെ മക്കൾ മാറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. രാത്രിയായ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പടച്ചവനെ, ആ രാജ്യത്തുള്ള പ്രജകളെങ്ങാനും എന്തെങ്കിലും ഒരു സങ്കടം അനുഭവിക്കേണ്ടി വന്നാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉമർ കണക്ക് പറയണമെന്ന് ഭയന്നിട്ട് കിടന്നിട്ടുറക്കം വരാതെ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട്, അല്ലാഹുവേ, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ നടന്നിരുന്ന ഖലീഫയാ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം രാത്രി ഇങ്ങനെ വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. പെങ്ങള് ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഖലീഫയായിരിക്കുമ്പോ ഒരു രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ, വെളുപ്പാങ്കാലം ആകാറായി, ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക്. ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നേ, ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. എന്താ വഴക്കിന്റെ കാരണം? എന്താ? ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. ഉമ്മ മകളെ നിർബന്ധിക്കുകയാ, എന്ത്? പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ.
അപ്പൊ ആ മകൾ ഉമ്മച്ചിയോട് പറയുന്നു, ഉമ്മ ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഇത് പാപമാ, ഞാൻ ചെയ്യൂല. ഉമ്മയോട് മകള് പറയാ, ഞാൻ ചെയ്യൂല, ഇത് പാപം, ഇത് വഞ്ചനയും ചതിയുമാണ്, കള്ളത്തരമാണ്, ഞാൻ ചെയ്യൂല. ഉമ്മ മകളോട് നിർബന്ധിക്കുന്നു, മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേക്കടി, വെള്ളം ഒഴിക്ക് നീ പാലിന്റെ അകത്ത്. അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് പറയാ, രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ ഖലീഫയാരാ? ഉമർ തങ്ങള്. ഞാൻ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിന് ആ ചങ്ങാതി വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമറോ ഓം വീടിനകത്ത് കിടന്ന് ഉറങ്ങാം. ഉമർ പാതിരാത്രി നീ പാലിൽ വെള്ളം ഒഴിക്കുന്നതും കാത്തിരിക്ക, ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ഉമർ തങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ധരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയാ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, അറിഞ്ഞു കഴിഞ്ഞ പ്രസവ ഉമ്മ, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും, രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കിടന്നുറങ്ങുകയായിരിക്കും. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ല ഉറങ്ങുന്നില്ല. ഉമ്മ, പടച്ച റബ്ബ് കണ്ടോണ്ടിരിക്കുക. ഇത് ഉമ്മ എന്നോട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറയുമ്പോ ഇത് ഞാൻ ഒഴിച്ചാൽ ഖലീഫ അറിയില്ലായിരിക്കും, പക്ഷെ എന്നെയും നിന്നെയും പടച്ച അല്ലാ ഉറങ്ങുന്നില്ല ഉമ്മച്ചി, അല്ല ഇത് കാണുന്നുണ്ട്, ഞാൻ ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ തങ്ങൾ ആ വീടൊന്ന് നോക്കി വെച്ചു, ആ വീടൊന്ന് നോക്കി വെച്ചു, അടയാളം. വീട്ടിൽ പോയി, പള്ളിയിൽ പോയി, സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആരാന്ന് പോയി ചോദിച്ചിട്ട് വാ. ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ഒരാളെ പറഞ്ഞു വിട്ടു, ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു യതീമായ മകളാ, ഒരു യതീമായ പെൺകുട്ടിയാ. പാപ്പയില്ല, ഉമ്മയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പട്ടിണിയാ. ആ ഉമ്മയും നല്ല ഉമ്മയാ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഉമ്മ തന്നെയല്ല, മോശക്കാരിയൊന്നുമല്ല. ആ ഉമ്മ എന്തുകൊണ്ടാണ് മകളോട് പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞെന്നറിയോ? അവർക്ക് ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ്, ജീവിത വരുമാനം ആകെ ഒരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവര് ജീവിക്കണേ. ഒരാഴ്ചയിൽ പുറത്തായിട്ട് പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായില്ലേ മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കാം, എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ. അങ്ങനെ ഉമ്മ മകളെ നിർബന്ധിക്കുന്ന, വിശപ്പ് കാരണം നിർബന്ധിച്ച്. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അല്ല കാണുന്നുണ്ട്, ഞാൻ ചെയ്യില്ലെന്ന്. ഉമർ തങ്ങൾ ഈ സംഭവം കേട്ടപ്പോ കരയാൻ തുടങ്ങി. നേരെ വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പെണ്ണുണ്ട്, യതീമ, പൈസയില്ല, കൊട്ടാരമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അല്ല ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ ഉമർ. ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കിട്ടുന്ന എന്റെ പൊന്നാര മക്കൾക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ചെന്നിട്ട് പൊന്നാര മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ എനിക്ക് ആഗ്രഹമുണ്ടടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, എനിക്ക് ആഗ്രഹമുണ്ടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, പക്ഷേ പ്രായമായത് കാരണം ഞാൻ വിവാഹം കഴിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ടാഞ്ഞിട്ടല്ല, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെൺകുട്ടിയായത് കാരണമാണ് ഞാൻ എങ്ങനെ പറയുന്നത്. ഉമർ തങ്ങൾ പറയുന്നു, വലിയ കുടുംബമല്ല, സമ്പത്തില്ല, കൊട്ടാരമില്ല, യതീമായ ഹൃദയത്തിൽ പടച്ച റബ്ബിനെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മക്കളെ, നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു ബാപ്പാ, എനിക്ക് വേണ്ടത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമല്ല, ഫദ്ഫറു ബിദാത്തി ദീനാണ് എനിക്ക് വേണ്ടത്. അവിടെ പരിഗണിച്ചത് ദീനായിരുന്നു. ഉമർ തങ്ങളുടെ മകൻ അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അന്ന് മക്കളെ വളർത്തിയിരുന്നത് അങ്ങനെയാണ് പെങ്ങള്. ദീനീ ബോധമുള്ള മക്കളായിരുന്നു. അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അവരാദർശം മുറുകെ പിടിച്ച് ജീവിച്ചവരാ. അവര് മരം കൊരങ്ങൻ ചാടുന്നത് പോലെ ചാടുന്നവരാ.
അറിയാത്തവരായിരുന്നില്ല. അവർക്ക് ആദർശം അറിയാമായിരുന്നു, അവർക്ക് ദീൻ അറിയാമായിരുന്നു, ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അത് ഉമ്മ ചെയ്താലും അവര് പറയുമായിരുന്നു, വാപ്പ ചെയ്താലും അവര് പറയുമായിരുന്നു. പടച്ചവനെ അവർ ആദർശം ജീവിതത്തിൽ മുറുകെ പിടിച്ചു ജീവിച്ചവരാ. ഇന്ന് ആദർശം മറന്നുപോയടോ, ഇന്ന് ആദർശം മറന്നുപോയടോ. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാം മറക്കുന്ന കാലമാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? സമയം കിട്ടുമ്പോ ഒന്ന് വായിക്കണം പെങ്ങള്. കരഞ്ഞു പോകും സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചാ കണ്ണ് നിറയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. മനോഹരമായ ഒരു ചരിത്രമാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഖുർആൻ ഓതിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുമായിരുന്നു. ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരഞ്ഞ മനുഷ്യനാ. ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ പള്ളിപ്പറമ്പിൽ പോയി. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മടങ്ങുന്നില്ല. ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ എല്ലാം കഴിഞ്ഞല്ലോ, മയ്യത്ത് കുളിപ്പിച്ചോ, കഫം പൊതിഞ്ഞോ, നിസ്കരിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ്, ആരും എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴയ ഖബർ കണ്ടടോ, ഒരു പഴയ ഖബർ കണ്ടടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് പോയി ഇരുന്നിട്ട് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ പോകുന്നുണ്ട്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അതല്ലേ ഖബർ കണ്ടാ കരയണമെന്നല്ലേ, ഖബർ കണ്ടാ കരയണമെന്നല്ലേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. പടച്ചവനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറെന്ന് പറയുമ്പോഴേ പേടിക്കണം പെങ്ങള്. ഖബർ കണ്ടാ കരയണം ബാപ്പാ, ഖബർ കണ്ടാ കരയണം ബാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? എല്ലാവരും ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല ഉസ്താദ്, ദുസ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല, വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് എനിക്ക് നന്നാകേണ്ടത്? ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 5 നയാ പൈസയുടെ ചെലവില്ലാതെ നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? എളുപ്പവഴി എന്തെന്നറിയോ? ഡോക്ടറെ കാണാൻ പോകാനല്ല പറയുന്നത്, പൈസയുടെ ചെലവില്ലടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ബൂദറേ സുനിൽ ഖുബൂർ. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇബാദത്തുകൾ ചെയ്യാൻ ഒരു മടി വരുന്നു നബിയേ, അലസത വരുന്നു നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, നന്നാകണോ? നന്നാകാനുള്ള വഴി ഖബർ സിയാറത്ത് ചെയ്യലാ.
പള്ളിപ്പറമ്പിൽ പോവ്, പള്ളിപ്പറമ്പിലേക്ക് പോക്, ഖബർസ്ഥാനിലേക്ക് പോക്. കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കൂ. പറ്റുമെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ. ഉസ്താദേ, എനിക്ക് വല്ലാത്ത ധൈര്യമാ. ഏതു പാതിരാത്രിയും എതിലൂടെയും ഞാൻ പോകും. എനിക്ക് പേടിയില്ല. ശൈത്താന്റെയും പ്രേതത്തിനെയൊന്നും എനിക്ക് പേടിയില്ല ഉസ്താദ് എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി 1 മണിക്കും 2 മണിക്കും പോകണ്ടടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിലൊന്ന് പോകടാ ചെറുപ്പക്കാരാ. ഒരു കവറ് കുഴിച്ചിട്ടിട്ടുണ്ടാകുമല്ലോ. നാളെ പകല് 11 മണിയാകുമ്പോ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? കയ്യും കാലും വിറയ്ക്കാതെ, ഹൃദയം പിടയ്ക്കാതെ, കണ്ണ് നനയാതെ, ശരീരം വിയർക്കാതെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് ഇറങ്ങിയിരിക്കാൻ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? പേടിക്കുപെടാ പോരെ, കയ്യും കാലും വിറയ്ക്കുപെടാ പോരെ. പോയി ഇറങ്ങല്ലേ പൊന്നുമോര്. ചിലപ്പോ ആ ഖബറിനകത്ത് നിന്നെ ഖബറടക്കേണ്ടി വരും ചെറുപ്പക്കാരാ. ചുമ്മാതെ പറയുന്നല്ലടോ. ഞാൻ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയിലെ ഖബർ കുഴിച്ചപ്പോ ഞാനും ഇറങ്ങിയിടോ. അല്ലാഹുവേ, ആ ഖബറിനകത്ത് ഇറങ്ങിയിരുന്നപ്പോഴാണ് ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വല്ലാത്ത പേടി തോന്നുമടോ. മോനെ, ഖബറിന്റെ കുടിയിലേക്ക് നോക്കടാ. ഖബറിന്റെ ആഴമാ സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്. കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. പടച്ചവനെ, ഖബർ കണ്ടാ നന്നാകുമടോ. ഖബറിന്റെ ചാരത്ത് പോകുന്നവൻ നന്നാകുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? അത്ഭുതം വേണ്ട, അത്ഭുതം വേണ്ട. ഖബർ സംസാരിച്ചെന്ന് പറയുമ്പോ തെള്ളിയതാണെന്ന് ചിരിക്കണ്ട. ഖബറിന് നാവുണ്ടടോ. ഖബർ ഏത് മനുഷ്യനോടും സംസാരിക്കുമെന്നാ. ഖബറിന് നാവുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിനക്കത് മനസ്സിലാകും. നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുകയാണ്, എന്തേ ഒന്നും ചോദിക്കാത്തത്? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയാൻ നിനക്ക് ആഗ്രഹമില്ല? എങ്ങനാണ് ഞാൻ അവനോട് പെരുമാറുന്നതെന്ന് നിനക്കറിയണ്ട്. അല്ലാഹുവേ, ഖബർ എവിടെന്ന് പറയുന്നു, മസക്കത്തുൽ കുഫാർ വശദഖുൽ മുഖലതൈൻ. ഒരു ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാൻ അവന്റെ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ, അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ, ഖബർ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാ. പറയില്ലേ, പറയില്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് കരയുകയാണ്. തന്റെ കണ്ണുനീര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ സങ്കടം കണ്ടിട്ട് ഖബർ പോലും പറഞ്ഞു, ഹല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ.
രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ പെങ്ങള്? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ മനുഷ്യരാ, പാതിരാത്രികൾ മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്ന മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പെങ്ങളെ, മരണമടുത്തെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് പോലും നിലവിളിച്ച് കരഞ്ഞ മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മരണമടുത്തെന്ന് മനസ്സിലായപ്പോ കുടിച്ചു ഒരുങ്ങിയുമ്മ അവിടെന്ന് കുളിച്ചു ഒരുങ്ങുകയാണ്. പുതിയാപ്പള ഒരുങ്ങുന്നത് പോലെ കുളിച്ചു ഒരുങ്ങിയിട്ട് കഫം തുണിയും എടുത്തുകൊണ്ട് വീടിന്റെ റൂമിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കാൻ തയ്യാറായി. തന്റെ റൂമിന്റെ അകത്ത് ഒരുങ്ങി സുഗന്ധം തേച്ച് തന്റെ റൂമിന്റെ അകത്ത് പോകുകയാണ്. അപ്പോഴാണ് തന്റെ ഭാര്യയെ കാണുന്നത്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. പരസ്പരം ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് മുമ്പ് യാത്ര പറയുകയാ, പൊരുത്തം ചോദിക്കുകയാ, കൊടുക്കാനുള്ള വസിയത്തുകൾ ചെയ്യുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ മരണത്തിന്റെ രംഗമിങ്ങനെ പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ആ സാധു എന്തു പറയാനാണ്? സങ്കടം കൊണ്ട് കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ കരയുകയാണ്. ഭർത്താവിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, വെളിയിലിറങ്ങു മോളെ, ഈ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, എന്തേ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുന്ന അവസാന സമയം, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണല്ലോ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ, എന്തേ എന്നെ ഇഷ്ടമായില്ലേ? എന്നോട് സ്നേഹമില്ലേ? എന്തിനാ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാർ. ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, നീ പുറത്തിറങ്ങു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. പുറത്തിറങ്ങ്, നീ ഇവിടെ എന്റെ ചാരത്ത് നിൽക്കല്ലേ. എന്റെ അതിഥികൾ വരുമ്പോ നീ എന്റെ ചാരത്ത് നിൽക്കല്ലേ. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുകയാണ്. സ്നേഹനിധിയായ അനുസരണയുള്ള ഭാര്യ ഭർത്താവ് പറഞ്ഞതുപോലെ ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. പെങ്ങളെ, സീരിയലിന്റെയും സിനിമയുടെയും കഥയല്ല പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ചിട്ട് ഫാത്തിമ വെളിയിലിറങ്ങി. വല്ലാത്ത സങ്കടമാണ് റബ്ബേ. ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ വെളിയിൽ നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാര് വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ കാണാൻ ആരാ അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരാണ് റബ്ബേ?
തന്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികൾ ആരാണെന്നറിയണമല്ലോ. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്താണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിദുൽ അർവാഹിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവേ, തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. അല്ലാഹ്, ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ വന്നിരിക്കുകയാണ്. മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവരെ, അവിടുന്ന് ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ അല്ലാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് റബ്ബേ? കണ്ടു പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അടച്ചു വിട്ടിരുന്ന റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. പൊട്ടിക്കരഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ഫാത്തിമ, മോളെ ഫാത്തിമ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും കൂടെ നിന്ന ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടൂല. പെങ്ങളെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. അല്ലാഹു നല്ല മരണം വെറുതെ തരൂല. അല്ലാഹു ആർക്കാണ് ഈമാനുള്ള മരണം കൊടുക്കുന്നതെന്നറിയോ? വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കും ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, കഫം തുണിയെടുത്തു പെങ്ങളെ മുഖത്തേക്ക് ഇടുകാട്. മുഖത്തേക്ക് കഫം തുണിയിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ അനക്കമില്ല പെങ്ങള്. റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധം. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ? എന്തൊരു വെളിച്ചമെന്നറിയോ? എന്തൊരു ചിരിയെന്നറിയോ? അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു മരണമല്ലാ! എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവർ മുഴുവനും പറയുകയാണ്, എന്തൊരു മരണമല്ലാ, എന്തൊരു സുഗന്ധമല്ലാ. അവിടുത്തെ ജനാസ ഖബറടക്കി.
മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു കൊണ്ടുപോയി കബറടക്കി. ആരും പോകുന്നില്ല വാപ്പാ. ആ മനുഷ്യൻ അല്ലാഹനെ ഭയന്ന് ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് കബറടക്കിയിട്ട് ഒരു മനുഷ്യനും പോകുന്നില്ല. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? എല്ലാവരും പറയുന്നു, എന്തൊരു മരണമാ പടച്ചവനെ. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഭാര്യയോട് യാത്ര പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതി. മയ്യത്തിന് എന്തൊരു സുഗന്ധമായിരുന്നു റബ്ബേ. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. ഇത്രയും നല്ല ഒരു മരണം എന്ത് നന്മ ചെയ്തിട്ടാ അല്ലാഹ്, എന്തൊരു നന്മ ചെയ്തിട്ടാ, എന്തൊരു നന്മ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്. അതറിയണം സഹോദരാ. എല്ലാവരും കൂടെ മരിച്ച വീട്ടിലേക്ക് പോവുകയാണ്. ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് രണ്ടാമതും പോയി. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാ ഫാത്തിമ, ഇരിക്കുകയാണെന്നറിയാ ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ. സങ്കടപ്പെടുത്താൻ വന്നതല്ല, ഒരേ ഒരു കാര്യം അറിയാനാ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്തേ ഫാത്തിമ? എല്ലാവരും കൂടെ ഫാത്തിമയോട് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഒരു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ രണ്ടുപേരും ഇങ്ങനെ തമാശ പറഞ്ഞ് ബെഡ്റൂമിൽ ഇരുന്നപ്പോ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു. പെങ്ങള് ഭർത്താവിന്റെ മുമ്പിലിരുന്ന് കാര്യം പറയുമ്പോ അല്ലാഹ് എന്നൊന്ന് നാക്കിൽ നിന്ന് വീണു. തന്റെ നാവ് കൊണ്ട് പടച്ചവന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. നരകം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു, വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞ മനുഷ്യനായ എന്റെ ഭർത്താവ്. പെങ്ങളെ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുടെ പേര് പറഞ്ഞ അപ്പ കരയും. അങ്ങനെ ഒരു സ്വഭാവം ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കു, പഠിക്ക്. ഈ ചരിത്രം പറഞ്ഞ എന്തിനാന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാന്നറിയോ? ഈ ചരിത്രം പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഇതിനാ ഞാൻ ആ ചരിത്രം പറഞ്ഞേ. ആ പാതിരാത്രി പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ഉമർ തങ്ങളുടെ മകൻ വിവാഹം കഴിച്ച ഉമ്മ പാലിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒഴിക്കത്തില്ല, പടച്ച റബ്ബ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ, ആ അല്ലാഹനെ പേടിയുള്ള പെണ്ണിന്റെ മകളുടെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞേ, വാപ്പ ഉമ്മ ക്വാളിറ്റി ഉള്ളവളായിരിക്കണം. നീ നല്ലവളാണെങ്കിൽ നിന്റെ മടിത്തട്ടിൽ നല്ല മക്കൾ വളരും, പിടിക്കണ്ട. നിന്റെ തലമുറയിൽ നല്ല മക്കൾ ഉണ്ടാകും. ഉമ്മ എന്ന് പറഞ്ഞ സാധാരണ ആളല്ല. ഒരു ഉമ്മയുടെ ദുആയ്ക്ക് എത്രത്തോളം ഇജാബത്തുണ്ട്. ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? പഠിക്കണം ഉമ്മയെ കുറിച്ച്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നല്ലവരാകണം, അള്ളാഹിനെ ഭയന്ന് ജീവിക്കും. ഈ ഓളവും ബഹളവും ഒക്കെ മാറും, ഈ കളിയും തമാശകളൊക്കെ മാറും. എന്തൊക്കെ കാണിച്ചാലും ഒരു ദിവസം നമ്മൾ വീഴും. അത് മാത്രം ഓർത്താ മതി. ഈ ചാട്ടവും ബഹളവും, ഈ കളിയും തമാശയും പണവും സൗന്ദര്യവും ഇതൊക്കെ ഇന്ന് ആള് നിന്റെ കൂടെ ഉണ്ട്. പണം ഉള്ളത് കൊണ്ട് എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. പെണ്ണുങ്ങളൊക്കെ നിന്റെ കൂടെ നടക്കും. തൊലിക്കിത്തിരി വെളുപ്പുള്ളത് കൊണ്ട് 4 പെറ്റതാണെങ്കിലും നിന്റെ കൂടെ നടക്കാൻ ആളുണ്ട്, കെട്ടാൻ ആളുണ്ട്, വിളിക്കാൻ ആളുണ്ട് പെങ്ങളെ. പക്ഷെ ഒരു ദിവസം നീ വീഴും. ആമിന, നീ എവിടെ പോവാനാടി? അള്ളാഹ് ചോദിക്കുക. അള്ളാഹ് ചോദിക്കുന്ന സിറാജേ, എടാ ഓന്തോടിയ എവിടെ വരെ ഓടൂടാ സിറാജേ? ഒരു ദിവസം നീ വീഴും. അള്ളാഹ് എന്നോട് പറയാ, നീ വീഴും, നീ എന്റെ മുമ്പിൽ തന്നെ വരും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ മറക്കരുത്, പടച്ചവനെ മറക്കരുത്. നമ്മളെ കൈപിടിക്കാൻ ആകെ ഉള്ളത് അള്ളാഹുവ. ആ അള്ളാഹുവിനെ വെറുപ്പിക്കരുത്. പടച്ചവനെ പേടിച്ച് ജീവിക്ക്. അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? വീടിന്റെ അകത്തിരുന്നിട്ട് നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം, നീ നിന്റെ വീടിനകത്തിരുന്ന് എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണം, ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ വീടിന്റെ അകത്തിരുന്ന് സിനിമയോ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുക. അപ്പോഴാ ഒരാള് വരുന്നു, ഉടനെ TV ഓഫാക്കി നേരെയായി അല്ലേ? ഉടനെ TV ഓഫാക്കി തലയിൽ തുണിയിട്ടു, നീ പെട്ടെന്ന് വലിയ മാന്യായി. എന്നാ നീ ചിന്തിക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യനെ പേടിച്ചിട്ട് കാണാതിരിക്കാൻ എല്ലാം മറച്ചു വെച്ചിട്ട് നീ എന്ത് ചെയ്തു? സൂക്ഷ്മത കാണിച്ചു. എന്നാ ആമിന, അള്ളാഹ് ഇത് കണ്ടോണ്ടിരിക്കായിരുന്നല്ലോ. ആ വന്നവന് കൊടുത്ത വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. ആ വന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും എന്നെ പടച്ച റബ്ബിന് ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ഇതിനേക്കാളും വലിയ അക്രമം എന്താണ്? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് 2026 കടന്നു കഴിഞ്ഞു. ഓരോ കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയുസ് ഇങ്ങനെ പോവാ. എങ്ങോട്ടാ പോണെന്നറിയോ? മരണത്തിലേക്ക് അടുക്കുന്നേ. അസ്രായിൽ വരാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. അള്ളാഹു നിങ്ങൾക്ക് തരുന്നൊരവസരം, നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിന് വേണ്ടിയല്ലേ ഹൗല് പണിയാൻ ഇത്ര വലിയ പ്രതിഫലമാണോ? ഇവിടെ ഒളിവെടുത്തിട്ടല്ലേ എല്ലാരും നിസ്കരിക്കുക? ഇവിടെ ഒളിവെടുത്തിട്ടല്ലേ ഒരു ഹൗലിന്റെ പണി നടക്കുന്നു? ഒരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപ. നിനക്ക് ഇതുപോലൊരു ഭാഗ്യം എന്തറിയോ? ഒളിവെടുക്കാതെ കയറാൻ പറ്റൂലല്ലോ. ആ വെള്ളം കൊണ്ട് കാലെങ്കിലും കഴുകണ്ടേ? വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് വന്നവനാണെങ്കിലും കാലെങ്കിലും കഴുകണ്ടേ? ഒന്ന് കഴുകിയിട്ടാണ് കയറുന്നതെങ്കിലും അൽഹംദുലില്ലാ ആ ഹൗല് പണിയാൻ ഒരു 5 നയാ പൈസ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കതിന്റെ പ്രതിഫലം കിട്ടൂല്ലേ വാപ്പ? എപ്പോഴും ഒന്ന് ഹൗല് പണിയില്ലല്ലോ, എപ്പോഴും ഒന്ന് പള്ളി പണിയൂലല്ലോ. അതൊക്കെ എത്രയോ വർഷങ്ങൾ കഴിയുമ്പോ, 10, 15, 20, 25 വർഷം കഴിയുമ്പോ കിട്ടുന്നൊരവസരമാ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ. അതെപ്പോഴും കിട്ടൂല. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് ഒരു അവസരം തരികയല്ലേ? ഈ തരുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ഹൗല് പണിയാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണല്ലോ. ഒളിവെടുക്കുമ്പോ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ അവന്റെ നഖത്തിനടിയിലെ വെള്ളത്തിലൂടെ അള്ളാഹു പൊറുപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, സ്വന്തം ഉമ്മമാരെ, സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വർണം പോലും ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എല്ലാ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. നിന്റെ വാപ്പ നിനക്ക് വാങ്ങി തന്നതാണ്, നീ അത് ധരിക്കാറില്ല. വെച്ചിരിക്കുന്നത് മകളെ കെട്ടിക്കാനാണ്. ഉസ്താദേ, എന്റെ മകളെ കെട്ടിക്കാനാണ്, എന്റെ മകന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ്. നീ പോലും ധരിക്കാതെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഉമ്മ, ധരിച്ചിരുന്നെങ്കിൽ
വാങ്ങണമെങ്കിൽ അതെങ്കിലും കിട്ടൂലേ പെങ്ങള്? ധരിച്ചാൽ അതെങ്കിലും നിനക്ക് കിട്ടൂലേ? വാപ്പാ നല്ല വസ്ത്രം ധരിക്കാതെ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാതെ, ഒരു നല്ല വാഹനത്തിൽ പോലും സഞ്ചരിക്കാതെ കൂട്ടി വെച്ചിരിക്കുന്നതും മക്കൾക്ക് വേണ്ടിയാ വാപ്പാ. ഏത് മകന് വേണ്ടിയാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എന്റെ ഉപ്പാനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയാത്ത മകന് വേണ്ടിയാ ഈ കൂട്ടിവച്ചിരിക്കുന്നത്? നീ മരിച്ചാ നിന്റെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയാത്ത മകന് വേണ്ടിയാണ്. പെങ്ങളെ, അടുത്തിരിക്കുന്ന പൊന്നുമോളോട് ചോദിക്ക്, അവൾക്ക് വേണ്ടിയല്ലേ സ്വർണം മുഴുവനും പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? ആ മകളോട് ചോദിക്കൂ, ഇന്ന് രാത്രി എങ്ങാനും ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തെങ്കിലും ഒന്ന് വരുമോ എന്ന് ചോദിക്കു പെങ്ങളെ. വരാൻ സമയമില്ലാത്ത കാലമാ. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാണ്. ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് വേണ്ട. കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്നേ ഉള്ളൂ. അല്ലാഹു ഒരേ ഒരു പ്രതിഫലം തരാമെന്ന് പറയുകയാണ്. പെങ്ങളെ, ഒരേ ഒരു പ്രതിഫലമാണ് പടച്ച റബ്ബ് തരാമെന്ന് പറയുന്നത്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പെങ്ങളെ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് വുദുവെടുക്കുന്നതിന് വേണ്ടി ഒരു നല്ല ഹൗദ് പണിയണം പെങ്ങള്. അതിനു വേണ്ടി നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുമോ? അല്ലാഹുവല്ലേ കൊടുക്കുന്നത്, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. ഒരു ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണത്തിന്റെ മുത്തെങ്കിലും മൂരിയിട്ട് പടച്ച റബ്ബിന് കൊടുത്താ അല്ലാഹു നിന്നെ മറക്കൂല ഉമ്മാ. മരിക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്ക് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കുമ്മാ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തതിന് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഇതാണ്. ലക്ഷങ്ങള് വേണ്ട, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു മുത്തുമതി പെങ്ങള്. മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാ. മക്കളുടെ ആവശ്യമില്ല, ഭർത്താവിന്റെ ആവശ്യമില്ല, കുടുംബക്കാരുടെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ പള്ളിക്കാ അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. അല്ലാഹു പറയുന്ന സ്വർഗം തരാമെന്ന്. അതുകൊണ്ട് സംഘാടകര സഹോദരിമാരുടെ ഭാഗത്തേക്ക് കടന്നു ചൊല്ലു, അൽഹംദുലില്ലാഹ് ഉസ്താദേ, എന്റെ മനസ്സിൽ അല്ലാഹു പറയുന്നു കൊടുക്കാറ്. ഉസ്താദ് പറയുന്നത് കേട്ടിട്ടല്ലോ, അല്ലാഹ് എന്നോട് പറയുന്നു കൊടുക്കാറ്. ഏ പെണ്ണ്, നീ ഒരൽപ്പം അല്ലാഹുവിന് കൊടുക്കാൻ പടച്ച റബ്ബന്റെ മനസ്സിൽ പറയുന്ന ഉസ്താദ്, ഞാൻ അല്ലാഹുവേ ആ ഹൗദ് പണിയുന്നതിലേക്ക് എന്തെങ്കിലും ഞാൻ തരാം. ഒരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപയാണ്. ഇരിക്കുന്ന ഓരോ ആള് ഓരോ സ്ക്വയർ ഫീറ്റ് എടുത്താൽ അൽഹംദുലില്ലാഹ് വലിയ ഉപകാരമാകുമടോ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ ഒരുക്കി നിർത്തിയിട്ടില്ല. അങ്ങനെ പിടിച്ചു പറിക്കേണ്ട ഒന്നല്ല സദഖ. അത് മനസ്സ് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹ് മനസ്സ് കൊടുക്കുന്നവർക്കേ അത് പറയാൻ കഴിയൂ. അല്ലാഹുവേ, ഇരിക്കുന്നവരിൽ നീ ഇഷ്ടപ്പെട്ടവരാരാണെങ്കിലും അവരെ തെരഞ്ഞെടുക്കണേ അല്ലാ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. പിരിവ് തുടങ്ങുന്നതിന് മുമ്പേ ആൾക്കാർ എഴുന്നേറ്റ് പോയി തുടങ്ങി. അതുകൊണ്ട് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഉസ്താദെ, അല്ലാഹ് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കൊടുക്കണം. 2500 രൂപ. റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ ചെവിയിൽ മൊബൈല് വെച്ചാ പോകും. 2000 ക്യാമറ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ടുവന്നവൻ പറഞ്ഞു, ഉസ്താദ് ബെൽറ്റ് പിടിച്ചോളാം, കാരണം ക്യാമറ ഇരിക്കുന്നുണ്ട്. 2000 ഗവൺമെന്റ് കൊണ്ടുപോയി. ആഖിറത്തിലൊന്നും കിട്ടൂല. 2500 രൂപ ആ ഹൗദ് പണിയുന്നതിന് 1 സ്ക്വയർ ഫീറ്റ് മതിയുള്ളത്. അത് കൊടുത്താൽ ആര് ഉളവെടുത്തിട്ട് കയറുമ്പോഴും അതിന്റെ ഒരു വിഹിതം നിനക്കെത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹോദരിമാരുടെ അടുത്തോട്ട് പോകുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. പെങ്ങളെ, സിറാജല്ല മനസ്സ് തരുന്ന അള്ളാഹുവാണ് മനസ്സ് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
എല്ലാവരും കൊടുത്തു ഇൻഷാ അല്ലാഹ്. ജമാഅത്ത് പള്ളി കമ്മിറ്റി 21 മെമ്പർമാരുണ്ട് ഉസ്താദ് അല്ലേ? ആദ്യം മാതൃകയാകേണ്ടത് കമ്മിറ്റിക്കാരാ. ഇൻഷാ അല്ലാഹ് 21 മെമ്പർമാരുണ്ട്. അവരെല്ലാവരും കൂടെ ഇൻഷാ അല്ലാഹ് 100 സ്ക്വയർ ഫീറ്റ്. അത് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. ഇത് പ്രസിഡന്റ് മാത്രം കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഈ 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന്റെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഖജാൻജിക്കും കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഈ 21 പേരും കൂടെ അതിനകത്ത് കയറി. പോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. അൽഹംദുലില്ലാ. ആദ്യം മാതൃക എന്താ? പ്രസിഡന്റിന് വരുമാനം വല്ലതും ഉണ്ടോ? ശമ്പളം ഉണ്ടോ? സെക്രട്ടറിക്ക് അതൊക്കെ ഒരു അനുഗ്രഹമല്ലേ? അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ ഒരു അവസരം കിട്ടുന്നതല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റി തന്നെ ആദ്യം മാതൃകയായി 100 സ്ക്വയർ ഫീറ്റ്. 101 ആയിക്കോട്ടെ. ഇപ്പൊ പ്രസിഡന്റ് 101 ആയിക്കോട്ടെ. അൽഹംദുലില്ലാ. എല്ലാവരും എന്റെ പ്രിയപ്പെട്ട 100 എന്ന് പറഞ്ഞു വേണ്ട, 101 സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ് ജമാഅത്ത് കമ്മിറ്റിയുടെ വക. എന്താ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ എന്താ തങ്ങളോട് ഞാൻ ഒന്നും പറയത്തില്ല. സെക്രട്ടറിയും ഖജാൻജികളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മറഹീമായ പടച്ചവനെ, കരുണക്കടലായ റബ്ബേ, ദയാലുവായ റബ്ബേ, അല്ലാഹുവേ, പള്ളി പരിപാലിക്കുന്ന 20 പേര് 21 പേര് പടച്ചവനെ 101 സ്ക്വയർ ഫീറ്റിന്റെ പൈസ അല്ലാഹുവേ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് തരാൻ നിയത്ത് ചെയ്തിരിക്കുന്ന തമ്പുരാന് സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ലക്ഷങ്ങളുടെ സ്വർണ്ണമിട്ട പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് തമ്പുരാന്. മരണമടുത്തിരിക്കുന്ന പ്രായമായ രോഗം പിടിച്ച ഉമ്മമാര് പോലും അനങ്ങാതെ ഇരിക്കുന്ന മജ്‌ലിസാണ് റബ്ബേ. നിനക്ക് ഹലാല് മതിയല്ലോ അല്ലാ. മനസ്സു കൊടുക്കണേ അല്ലാ. മനസ്സു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 101. ഇനി ആരെങ്കിലും ഉണ്ടോ ഉസ്താദെ? ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും, ഒരു സ്ക്വയർ ഫീറ്റ് 2500 രൂപ. ഒന്ന് കൈപൊക്കിക്ക് ഒരു ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവന്. ആ സഹോദരന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. പറഞ്ഞ ഈ അഫ്ളൽ ദിക്റിന്റെ മിസ്ലി സവാബ് ആ സഹോദരന്റെ കുടുംബത്തിൽ മരിച്ചവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യട്ടെ. ഉസ്താദേ ഞാൻ കൊടുക്കാം. അൽഹംദുലില്ലാ. ദാ അവിടെ ഒരു സഹോദരൻ, ദാ അവിടെ 3. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ്. ഞാൻ നിർബന്ധിച്ചില്ല. 4, 5 2 കൂടെ ആയി. പുറത്തൊരു ചെറുപ്പക്കാരൻ 6. ഇനി ആരാ? അൽഹംദുലില്ലാ 7. ഇതാ അവിടെ ചെറുപ്പക്കാരൻ 8. ഇൻഷാ അല്ലാഹ് ഒരു 2 പേരൂടെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയിട്ട് 5 മാസമായി. അല്ലാഹുവേ, ആ പൊന്നു സഹോദരിയുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ. സ്വർഗ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലും നീ ജോഡികളാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. 10,000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ നീ പെടുത്തണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ റഹ്മാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ? ഉസ്താദേ ഒരു സ്ക്വയർ ഫീറ്റ്. ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കിക്കേ. സമയമില്ല, അതുകൊണ്ട് അവിടെ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അതോ അവിടെ ഒരാൾ. അൽഹംദുലില്ലാ.
പെട്ടെന്ന് സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? ഒരു സ്ക്വയർ ഫീറ്റിന് വിശന്ന് കൈവക്കിയാൽ മതി, അവരെഴുതിക്കോളും. നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. റഹ്മറഹീമായ പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങൾ അവരവരെ കൊണ്ട് കഴിയുന്നത് പടച്ചവരെ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രതിഫലം വേണമെന്നുള്ള ചിന്തയോടെ അല്ലാഹുവേ കൊടുക്കാൻ തയ്യാറായി സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ വനിതാ വാളണ്ടിയർമാർ പടച്ചവനെ 3 സ്ക്വയർ ഫീറ്റ് റഹ്മാനായ അല്ലാ സംഘാടകനാണ് തമ്പുരാന്. പടച്ചവനെ ആ സഹോദരിമാര് 7500 രൂപ അല്ലാഹുവേ നല്ല നീയത്തോടു കൂടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. എന്തൊക്കെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് തമ്പുരാന്, അവരുടെ പ്രയാസങ്ങളും വേദനകളും മാറ്റണേ തമ്പുരാന്. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാന്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റണേ തമ്പുരാന്. സ്വർഗം കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. പടച്ചവനെ, ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറ് ഒരു സഹോദരൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ.